നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ഗായത്രി മന്ത്രത്തിന്റെ ഉപാസ്യദേവതയായ സവിതാവും പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാണ്. പ്രപഞ്ച നിയന്താവാണ്. ബാഹ്യമായി സൂര്യഭഗവാനെ നോക്കി ഉപാസിക്കുമ്പോഴും ഗായത്രി കൊണ്ട് സർവവ്യാപിയായ പരമാത്മാവിനെയാണ് സാധകൻ ഉപാസിക്കുന്നത്. ബുദ്ധിയെ പ്രചോദിപ്പിക്കാനാണ് ഗായത്രിയിലെ പ്രാർത്ഥന. ബുദ്ധിയെ സാത്വിക വൃത്തികളിലേക്കും ആത്മജ്ഞാനത്തിലേക്കും നയിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ ഏറ്റവും ഉദാത്തമായ ഭാവങ്ങളാണ് ഗായത്രി മന്ത്രോപാസനയിൽ അടങ്ങിയിരിക്കുന്നത്. മനസ്സിലെ നിഷേധാത്മക വൃത്തികളെ ഇത് നീക്കം ചെയ്യുന്നു. സന്തോഷവും ഉന്മേഷവും സച്ചിന്തകളും മനസ്സിൽ നിറയ്ക്കുന്നു. ഏകാഗ്രത, ബുദ്ധിശക്തി, ഓർമ്മശക്തി, തേജസ്, ആരോഗ്യം, ഐശ്വര്യം എന്നിവയെല്ലാം ഗായത്രി ഉപാസനയിലൂടെ ലഭിക്കുന്നു. നക്ഷത്രഗ്രഹാദി സകല പ്രപഞ്ച ഘടകങ്ങളെയും പ്രസാദിപ്പിക്കാൻ ഗായത്രി ഉപാസനയിലൂടെ സാധിക്കും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ ഗായത്രി ഉപാസന കൊണ്ട് നേടാം. അഷ്ടൈശ്വര്യ സിദ്ധികളും ഇതിലൂടെ കൈവരിക്കാമെന്ന് ആചാര്യന്മാർ പറയുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. ചിത്രം വടതരോർമൂലേ വൃദ്ധാശിഷ്യ ഗുരുർയുവ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയാഃ. ചിത്രം വടതരോർമൂലേ വൃദ്ധാശിഷ്യ ഗുരുർയുവ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയാഃ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ശ്രീ ദക്ഷിണാമൂർത്തിയുടെ വർണ്ണന ആശ്ചര്യകരമാണ്. കാരണം പേരാലിൻ്റെ ചുവട്ടിലിരിക്കുന്ന ഗുരു യുവാവാണ്, ശിഷ്യന്മാരാകട്ടെ വൃദ്ധരും. പൊതുവെ അനുഭവം മറിച്ചാണ്. ഗുരുവൃദ്ധനും ശിഷ്യർ യുവാക്കളുമായിരിക്കും. സകല ഗുരുക്കന്മാരുടെയും ആദി ഗുരുവായ ശ്രീ ദക്ഷിണാമൂർത്തിക്ക് എന്നും യൗവനമാണ്. ഗുരുവിൻ്റെ മൗനം തന്നെ വ്യാഖ്യാനമാകുന്നു. ശ്രീ ശങ്കരാചാര്യർ രചിച്ച ദക്ഷിണാമൂർത്തി സ്തോത്രത്തെ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ശങ്കരകൃതികളിൽ ദക്ഷിണാമൂർത്തി സ്തോത്രമാണ് നമ്മൾ പഠിക്കാൻ പുറപ്പെടുന്നത്. അതിന് മുന്നോടിയായി ചില ധ്യാന ശ്ലോകങ്ങൾ ശ്രദ്ധിക്കുന്നു. ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൻ്റെ വിശിഷ്ടത, വിലക്ഷണത നമ്മൾ ചിന്തിച്ചു. ആ വിലക്ഷണതയെ കണ്ട് ആശ്ചര്യഭാവം വരികയാണ്. എന്താണ്
പറയുകയാണ് ചിത്രം ഇത് വളരെ ചിത്രമായിരിക്കുന്നു, ഇത് അത്യാശ്ചര്യമായിരിക്കുന്നു. ഈ കാഴ്ച ആശ്ചര്യകരമാണ്. എന്താണ് ആശ്ചര്യകരം? ചിത്രം വടതരോർമൂലേ വൃദ്ധാ ശിഷ്യ ഗുരുർയുവാ ഗുരുസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയാ. എന്താണ് വിചിത്രത? പറയുന്നു വടതരോഹോ മൂലേ, വടതരുവിൻ്റെ മൂലത്തിൽ, തരു വൃക്ഷം, വടതരു പേരാൽ വൃക്ഷം, വടവൃക്ഷം, വടവൃക്ഷത്തിൻ്റെ മൂലത്തിൽ വൃദ്ധാഹ ശിഷ്യാഹ, ശിഷ്യന്മാരെല്ലാം വൃദ്ധന്മാരാണ്, ഗുരുനാഥനാകട്ടെ യുവാവാണ്. ഇതാണ് വിചിത്രത. സാധാരണ ലോകത്തിൽ തിരിച്ചാണ് പതിവ്. ശിഷ്യന്മാരെപ്പോഴും യുവാക്കളും അഥവാ ബാലന്മാരും, ഗുരുനാഥന്മാർ വൃദ്ധന്മാരുമായിരിക്കും. അതാണ് ലോകസാമാന്യമായിട്ട് നമുക്ക് പരിചയമുള്ളത്. എന്നാൽ ഇവിടെയാകട്ടെ നേരെ തിരിച്ചാണ്. യുവാവാണ് ഗുരുനാഥൻ. ദക്ഷിണാമൂർത്തി യുവഭാവത്തിലാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അധ്യാത്മവിദ്യയെക്കുറിച്ച് പറയുമ്പോൾ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഈ ആത്മീയ സാധനകളും ആത്മീയ പഠനങ്ങളും ഒക്കെ വൃദ്ധന്മാർക്ക് വേണ്ടതാണ്. മറ്റെല്ലാ വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ റിട്ടയറായി, ഇപ്പോൾ തൊഴിലൊന്നുമില്ല, എന്നാൽ കുറച്ച് ആധ്യാത്മികമൊക്കെ ആയിക്കളയാം എന്നൊക്കെയുള്ളൊരു സങ്കല്പമാണ് പൊതുവേ ഉണ്ടാവുക. പൊതുവേ ആധ്യാത്മിക പാഠനങ്ങളൊന്നും ചെറുപ്പക്കാർക്ക് വേണ്ടതല്ല എന്നൊക്കെ ചില ധാരണകൾ നമ്മുടെ ഇടയ്ക്കുണ്ട്. എന്നാൽ ഭാരതീയമായ ഗുരുസങ്കല്പത്തിൽ പരമഗുരു, സകല ശാസ്ത്രങ്ങളുടെയും മൂലമായ ഗുരുസ്ഥാനം ദക്ഷിണാമൂർത്തിയാണ്. ആ ദക്ഷിണാമൂർത്തി യുവാവാണ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യുവാവാണ്. ഈ ഒറ്റ ആശയം ശ്രദ്ധിച്ചാൽ മതി. ഭാരതീയമായ വൈജ്ഞാനിക പദ്ധതിക്കനുസരിച്ച് വൃദ്ധന്മാർക്കുള്ളതൊന്നും അല്ല ആത്മവിദ്യ, എല്ലാവർക്കും ഉള്ളതാണ്. ഇവിടെ ഗുരുനാഥൻ തന്നെ യുവാവാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ശിഷ്യന്മാരൊക്കെ വൃദ്ധന്മാരാണ്, ഗുരുനാഥനാകട്ടെ യുവാവാണ്. ഇതാണ് വിചിത്രത. ഇനി മറ്റൊരു വിചിത്രതയുണ്ട്. അതെന്താണ്? ഗുരോസ്തു മൗനം വ്യാഖ്യാനം, ഗുരോഹോ മൗനമഭി വ്യാഖ്യാനം ഭവതി. ഗുരുവിൻ്റെ മൗനം പോലും വ്യാഖ്യാനമാവുകയാണ്. അഥവാ ഗുരുവിൻ്റെ വ്യാഖ്യാന ശൈലി മൗനമാണ്. വാചാലമായിട്ട് സംസാരിക്കുകയല്ല, ഒരു വാക്കുപോലുമില്ല. തൻ്റെ ഗീതോപദേശത്തിൽ മൗനം ചൈവാസ്മി ഗുഹ്യാനാം, രക്ഷണീയമായതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മൗനമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വാക്കുകൾക്ക് അതീതമായ പരമസത്യത്തെ തൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ ദൃഢതയിൽ, അനുഭവ സമ്പത്തിൻ്റെ ദൃഢതയിലിരിക്കുന്ന ഗുരുനാഥൻ മൗനമാകുന്ന ഭാഷയിലൂടെയാണ് സന്നിവേശിപ്പിക്കുന്നത്. ആ മൗനമാകുന്ന ഭാഷയ്ക്ക് വ്യക്തത നൽകാൻ ചിന്മുദ്ര കൂടി ഉണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. ജ്ഞാനമുദ്ര. അല്ലാതെ വാക്കുകളുടെ സഹായമൊന്നുമില്ല, വൈഖരിയായിട്ടുള്ള ഉപദേശങ്ങളില്ല. എന്നാൽ ശിഷ്യാഹാത്തു ഛിന്ന സംശയാഹ, ശിഷ്യന്മാർ സംശയങ്ങൾ ഛേദിക്കപ്പെട്ടവരായിരിക്കുന്നു. ശിഷ്യന്മാരുടെ എല്ലാ സംശയങ്ങളും നീങ്ങിയിരിക്കുക. ഇവിടെ രണ്ടെണ്ണം ഒത്തുചേർന്നിരിക്കുക. ശ്രേഷ്ഠനായ ഗുരുവും അത്ര തന്നെ ശ്രേഷ്ഠരായ ശിഷ്യരും. മൗനത്തിലമർന്ന ഗുരു, ആ മൗനത്തെ വായിച്ചെടുക്കാൻ കഴിയുന്ന ശിഷ്യന്മാർ. ഇവിടെ ഗുരുവിൻ്റെ മൗനം മാത്രം പോരാ, ശിഷ്യനത് മനസ്സിലാക്കാനുള്ള സാമർഥ്യം കൂടി വേണം. അല്ലെങ്കിൽ ഗുരുനാഥൻ അറിയാത്തതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്ന് തെറ്റിദ്ധരിച്ചേക്കാം. അഥവാ ഗുരുനാഥൻ പറയാത്തത് ധരിച്ചെന്ന് വരാം. എന്തിന് മൗനത്തെക്കുറിച്ച് പറയുന്നു? ദേവന്മാരോടും മനുഷ്യന്മാരോടും അസുരന്മാരോടും ദ എന്നൊരു ഉപദേശം നൽകി ബ്രഹ്മാവ്. ഇപ്പോൾ 3 പേരും തത്വജ്ഞാനത്തിന് ബ്രഹ്മാവിനരികെ ചെന്നതാണ്. ബ്രഹ്മാവ് ഒറ്റ അക്ഷരം മാത്രം 3 പേരോടുമായി പറഞ്ഞു, ദ, വേറൊന്നും പറഞ്ഞില്ല. ഇപ്പം ദേവന്മാർ പൊതുവെ ആഡംബരപ്രിയരാണ്. അവർ വലിയ ആഡംബരങ്ങളിൽ കഴിയുന്നവരാണ്. അതുകൊണ്ട് അവർ വിചാരിച്ചു ജീവിതത്തിൽ കുറേയൊക്കെ ദമം വേണം, ഇന്ദ്രിയ നിയന്ത്രണം വേണം എന്നാണ് ബ്രഹ്മാവ് ഉപദേശിച്ചതെന്ന്. മനുഷ്യന്മാർ പൊതുവെ പണം, സ്വത്ത് സമ്പാദിക്കുന്നതിൽ താത്പര്യമുള്ളവരാണ്. അതുകൊണ്ട് മനുഷ്യന്മാർ വിചാരിച്ചു
ദാനം ചെയ്യണമെന്നാണ് ബ്രഹ്മാവ് ഉപദേശിച്ചതെന്ന്. അസുരന്മാർ പൊതുവെ ഹിംസാപ്രകൃതികളാണ്. അതുകൊണ്ട് അവർ വിചാരിച്ചു ദയ ചെയ്യണമെന്നാണ് ബ്രഹ്മാവ് ഉപദേശിച്ചതെന്ന്. എന്താ ബ്രഹ്മാവ് ഉപദേശിച്ചത്? ദാന്ന് മാത്രമാണ്. അതിലൂടെ എന്താണ് ബ്രഹ്മാവ് മൊത്തത്തിൽ പറഞ്ഞത്? അത് ഉപനിഷത്ത് ഒന്നും പറയുന്നില്ല. പക്ഷേ 3 പേര് അവരവരുടെ നിലയ്ക്കാണ് മനസ്സിലാക്കിയത്. അത് തെറ്റെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ ഒരു ഗുരുവിൻ്റെ ഒരു സമയത്തുള്ള ഒരു വാക്കിനെ 3 ശിഷ്യന്മാർ 3 പ്രകാരത്തിലാണ് ഗ്രഹിച്ചത്. ഇത് ലോകത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഗുരുനാഥൻ്റെ മൗനം സ്വാനുഭൂതിയുടെ ദൃഢതയിൽ നിന്ന് പരമസത്യം അവാച്യമാണെന്ന അനുഭവജനിതമായ ബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ്. പക്ഷേ അതുകൊണ്ട് സാധകനെ സംബന്ധിച്ച് ആ മൗനത്തെ വായിച്ചെടുക്കാനുള്ള പക്വത ശിഷ്യനുള്ളിലുണ്ടെങ്കിൽ മാത്രമേ അത് സഫലമാകൂ. എന്നാൽ ഇവിടെയാകട്ടെ ഗുരുവിൻ്റെ വ്യാഖ്യാനമാകുന്ന മൗനം ശിഷ്യന്മാർക്ക് എല്ലാ സംശയങ്ങളെയും ഛേദിപ്പിക്കുന്നതായി തീർന്നു. അതാണ് ഗുരുസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയാഹ എന്ന് പറയുന്നത്. ഇത് വളരെ വിചിത്രതയാണ്. ഇങ്ങനെ വളരെ വിചിത്രമായ വിലക്ഷണമായ ഒരു സങ്കല്പമാണ് ആദിഗുരുവായ ദക്ഷിണാമൂർത്തിയുടേത്. ആ ഒരു ഭാവം കുറേയും കൂടി ഉൾക്കൊണ്ട് നമുക്ക് കൃതിയിലേക്ക് പ്രവേശിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.